അത് സമ്മേളന നഗരിയിലും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ട സംഭവമാണ്. അതെന്താണ്? ഹാനായ സലമത്ത് ഇബ്നു അക്വ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കുന്നു. ഇടത് കൈകൊണ്ട് ഭക്ഷിച്ച ആ മനുഷ്യനോട് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറയുന്നു, കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് തിന്നണം, വലത്തെ കൈകൊണ്ട് ഭക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചപ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്? ലാ അസ്തതീ, എനിക്ക് സാധ്യമല്ല. എന്തേ അയാളുടെ കയ്യിന് കുഴപ്പമുണ്ടായിട്ട് എനിക്ക് കഴിയാത്തത് കൊണ്ടാണോ നബിയെ എന്ന വിനയത്തിന്റെ വാക്കാണോ? അല്ലല്ലോ, ധിക്കാരത്തിന്റെ സ്വരമാണ്, അഹന്തയുടെ സ്വരമാണ്, ദുരഭിമാനത്തിന്റെ സ്വരമാണ്, അതേ മികച്ചു നിൽക്കണം എന്ന സ്വരമാണ്. അയാൾ തിരിച്ചു പറയുന്നു, എനിക്ക് എന്ന് പറഞ്ഞപ്പോ ഒരാൾക്കെതിരിലും ഒന്നിന്റെ പേരിലും അതേ വ്യക്തിപരമായ കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞാലും കേട്ട് പുഞ്ചിരിക്കുന്ന നേതാവിന് താൻ പഠിപ്പിച്ച ആദർശത്തിനെതിരെ, താൻ പഠിപ്പിച്ച ഒരു സത്യത്തിനെതിരെ, ധിക്കാരം പറയുന്നവനെതിരെ പ്രാർത്ഥിക്കാതിരിക്കാനായില്ല. കാരുണ്യത്തിന്റെ നേതാവിന്റെ മനസ്സ് പൊട്ടുന്നു. ആദർശമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിക്കെന്റെ റബ്ബ് പഠിപ്പിച്ചു തന്നത് കൊണ്ടല്ലാതെ ഞാൻ പറയാറില്ലല്ലോ. സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും അവിടുന്ന് പറയാറില്ല. അവിടുത്തേക്ക് അള്ള വഹി അറിയിച്ചു കൊടുത്തതാണ് പറയുന്നത് മുഴുവനും. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ, എൻ്റെ റബ്ബ് പറഞ്ഞൊരു കാര്യത്തിന് ധിക്കാരം പറഞ്ഞവനെ ഇനി എന്തു ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ലസ്തതഅ്തിനി, കഴിയാതിരിക്കട്ടെ. ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ, പടച്ച റബ്ബിന്റെ നിർദ്ദേശപ്രകാരമല്ലേ അതും പറയുന്നത്. അതേ ധിക്കാരിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണം വരെ ആ വലത്തെ കൈ പിന്നെ അയാളുടെ വായയിലേക്ക് അയാൾക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. കയ്യങ്ങ് കുഴഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സദസ്സിൽ വെച്ച് അവിടുത്തെ സുന്നത്തിനെ കളിയാക്കിയ ചോദ്യം ചെയ്തവന്റെ കൈ കുഴഞ്ഞുപോയിക്കൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷയവന് കിട്ടുന്നു. ഈ സന്ദേശമല്ലേ പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമുക്ക് നൽകുന്നത്? എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട പല നേതാക്കൾക്കും ഈ ഹദീസ് കേട്ടപ്പോൾ ഇതെന്തിന് നമ്മളൊക്കെ ഇരിക്കുന്ന വേദിയിൽ പറയേണ്ട കാര്യം എന്ന് തോന്നിപ്പോയി. സങ്കടമുണ്ട് നേതാക്കളെ, പ്രിയപ്പെട്ട നേതാക്കളെ. നമ്മുടെ കൂട്ടത്തിൽ ആരാ ഇടത്തെ കൈകൊണ്ട് വെള്ളം കുടിക്കുന്നത്? ആരാ ഇവിടെ ഇടത്തെ കൈകൊണ്ട് തിന്നുന്നത്? നിങ്ങളെന്തിനാ ഇവിടെ ഞങ്ങളൊക്കെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് ഈ ഹദീസ് പറയുന്നത്? പ്രിയങ്കരനായ നമ്മുടെ നേതാവായ അതേ ബഹുമാന്യനായ ടി.പി. ചോദിച്ചു. വളരെ വ്യക്തമായി അതിന്റെ തൊട്ടു മുമ്പുള്ള പ്രസംഗത്തിൽ ഈ ദുർബല ഹദീസിനെ സംബന്ധിച്ച് പറയുന്നു. അത് ലോകത്തെ എല്ലാവരും പറഞ്ഞതാണ്, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതാണ്. രണ്ടാമത്തെ പ്രസംഗത്തിൽ ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നു. എന്നിട്ട് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നു. ആരാ ഇവിടെ ഇടത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞത്? പ്രവാചകൻ വലത് കൈ മുന്തിക്കണമെന്ന് പറഞ്ഞ പവിത്രമായ ആശയത്തെ എതിർക്കുന്നവർ ആരാണ് ഇവിടെ ഉള്ളത്? മുജാഹിദുകൾക്ക് അത് ആരാണ് ഇനി പഠിപ്പിക്കേണ്ടത്? ഞാനൊരാളെയും കുറ്റപ്പെടുത്താനല്ല, സങ്കടത്തോടെ പറയുന്നു. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, ആ ഹദീസുകളെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം പറയുമ്പോൾ അത് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും തിരുത്തണം എന്ന നിലക്ക്, അതേപോലെ തന്നെ ആരിലെങ്കിലും അതുണ്ടെങ്കിൽ പോകട്ടെ എന്ന നിലക്കും നമ്മൾ പറയാറുണ്ട്. അതല്ലാതെ അതിന്റെ ഗൗരവം സൂചിപ്പിക്കാനും നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇനി നമുക്കൊരു വേദിയിൽ വെച്ച് ഏത് ഹദീസായി ഇനി ഓതാൻ കഴിയുക? കള്ളു കുടിക്കരുതേ എന്ന ഹദീസ് പറയാൻ കഴിയുമോ? ഇനി മുതൽ പലിശ കൊടുക്കല്ലേ വാങ്ങല്ലേ എന്ന് പറയാൻ കഴിയുമോ? വ്യഭിചരിക്കല്ലേ എന്ന് പറയാൻ കഴിയുമോ?
നുണ പറയല്ലേ എന്ന് പറയാൻ കഴിയുമോ? എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? നമ്മുടെ കൂട്ടത്തിലാരാ കള്ളുകുടിയൻ? നമ്മുടെ കൂട്ടത്തിലാരാ പെണ്ണുപിടിയൻ? നമ്മുടെ കൂട്ടത്തിലാരാ പലിശക്കാരൻ? നമ്മുടെ കൂട്ടത്തിലാരാ നുണ പറയുന്നവൻ എന്ന് ചോദിക്കാൻ തുടങ്ങിയാൽ ഇനി ഇസ്ലാം പറയാൻ കഴിയുമോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെങ്കിലും വ്യക്തിപരമായി ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ ഉള്ളവൻ അന്ന് സമ്മേളന നഗരിയിൽ വെച്ച് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചവനുണ്ടായ ദുന്യവിയായ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത്. അതിന്റെ ഗൗരവം സമൂഹം മനസ്സിലാക്കാനാണെന്ന് എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടാകും, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് വിരുദ്ധമായി കൊണ്ട് പൊതുജനമധ്യത്തിൽ അത് വിമർശിക്കപ്പെട്ടത് കേട്ടപ്പോൾ സങ്കടം തോന്നിയത് കൊണ്ട് പറഞ്ഞു പോകുന്നു. ഞാൻ